ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു വാക്കിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പം വലിയ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങളൊരു വാക്കിന് ഇറങ്ങുകയാണ്. കിക്കി ബീബി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് കുമ്പൊക്കെ നിറച്ചിട്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം സ്നാക്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലഞ്ചിൻ്റെ മുന്നേ പെട്ടെന്ന് തന്നെ പോയി വരും. വലിയ കാര്യമായിട്ടുള്ള പോക്കൊന്നുമല്ല, തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. കിക്കിക്ക് ഒരു വാക്കാവും, അവൾക്കിത് ഫ്രഷ് എയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഇപ്പം ഭയങ്കര സണ്ണിയല്ല, അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. സണ്ണിയേ അല്ല ശരിക്കും, ഇന്ന് കുറച്ചൊരു തണുപ്പൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കാറ്റും ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു കാലാവസ്ഥയാണ്. വെയിലൊന്നുമില്ല, അതുകൊണ്ട് ഇവളെയും കൊണ്ടുപോയിട്ട് സുഖമായിട്ട് പോയിട്ട് വരാം. ഞങ്ങൾ എപ്പോൾ പുറത്തു പോകണമെങ്കിലും മിക്കവാറും ഈ സ്ട്രോളറൊക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം സ്ട്രോളർ ഇല്ലാണ്ട് അവളെ കൊണ്ടുപോവുകയാണെങ്കിൽ അവൾ പല വഴിക്ക് ഓടി നടക്കും. അപ്പം നമുക്ക് ചിലപ്പം അതിൻ്റെ വയ്യ ഓടേണ്ടി വരും. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായതിനെ കൊണ്ട് നമ്മളെപ്പോഴും സ്ട്രോളർ തന്നെ എടുക്കും. വാക്കിന് പോകുമ്പോഴൊക്കെ നമുക്ക് റോഡ് സൈഡിൽ കൂടെ പോകേണ്ടി വരും, എല്ലാം പോകേണ്ടി വരുന്നതുകൊണ്ട് സ്ട്രോളർ എടുത്ത് കഴിഞ്ഞാൽ അതും ഈസിയാണ്. കയ്യും പിടിച്ച് കൊണ്ടുപോകുന്നത് കുറേ ടൈം എടുക്കുകയും ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പം ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ പാർക്കിലെത്തിക്കഴിയുകയാണെങ്കിൽ അവളെ പാർക്കിൽ കളിക്കാനും വിടാം, സ്ട്രോളർ സൈഡിൽ വെക്കുകയും ചെയ്യാം. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ യാത്ര ചെയ്യുന്നതൊക്കെ കുറച്ച് എളുപ്പമായിട്ടാണ്. ഞങ്ങൾ കിക്കിക്ക് 1 വയസ്സ് ഉള്ള ടൈമിലാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഞാനും കിക്കിയും ഓൾമോസ്റ്റ് 1 മാസം ഉണ്ടായിരുന്നു. 1 മാസമല്ല 5 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഇവള് സ്ട്രോളറിൽ ഇരുന്ന് പരിചയം ഇല്ലാണ്ടായി, അതുപോലെ കാർ സീറ്റിലിരുന്ന് പരിചയം ഇല്ലാണ്ടായി. ഇതൊക്കെ പരിചയക്കേട് വരുമ്പം പിന്നീട് ഈ സ്ട്രോളറിലും കാർ സീറ്റിലും ഒക്കെ കൊണ്ടുപോയിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടിരുത്തുകയാണെങ്കിൽ അവൾ ഇരിക്കുമോ എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇവിടെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാർ സീറ്റിലൊക്കെ നമ്മൾ ഇരിക്കുന്നത്. നാട്ടിലാണെങ്കിൽ അവൾക്ക് നല്ല സുഖമായിരുന്നു, ഞങ്ങളുടെ മടിയിലൊക്കെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ടായിരുന്നു അവൾ പോകാറുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവൾ ഇവിടെ വന്നതിന് ശേഷം അവൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്തോ ഭാഗ്യത്തിന്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് ഇവിടെ വെതർ നല്ലതാണെന്ന്. അപ്പം ഇന്നത്തെ വെതർ ഇങ്ങനെയാണ്, വെയിലേ ഇല്ല. സമയം ഇപ്പോൾ ഇവിടെ ഒരു 12:40. പക്ഷേ സാധാരണ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല പൊരി വെയിലാണ് ഉണ്ടാവാറ്. അപ്പം നമുക്ക് ഈ ഉച്ച സമയത്തൊന്നും പുറത്തിറങ്ങുന്നത് ഭയങ്കര വെയിലത്ത് ഇറങ്ങുന്ന പോലെ ഉണ്ടാവും. അപ്പം ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്, കാറ്റും ഉണ്ട്, പക്ഷേ നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ്. അങ്ങനെ ഫൈനലി നമ്മൾ പാർക്കിലെത്തി. ഒരു ഐഡിയ ഇല്ലായിരുന്നു എനിക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ. ഇതാണ് നമ്മുടെ പാർക്ക്. കിക്കി ബീബി ഇവിടെ ഉണ്ട്. ഹായ്. വന്ന ഉടനെ തന്നെ കിക്കി പണി തുടങ്ങിയിനി. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് പാർക്കിൽ വന്നാൽ ഈ സാധനം പെറുക്കലാണ്. ഇതൊരു മരത്തിൻ്റെ ഒരു കുഞ്ഞി പീസസ് പോലത്തെ ഒരു സാധനമാണ്. അത് പെറുക്കലാണ് അവളുടെ മെയിൻ ഹോബി ഇവിടെ വന്നാൽ. ഇവിടെ എല്ലാ പാർക്കിലും, കുട്ടികളുടെ പാർക്കിലൊക്കെ ഇങ്ങനത്തെ ബേബീസിനെ നമുക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൂടെ ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പ് സ്വിങ് എല്ലാ സ്ഥലത്തും കാണാറുണ്ട്. അതിലാണ് ഇപ്പം ഞാൻ ഇവളെ ഇരുത്താൻ വേണ്ടി പോകുന്നത്. ഇത് കീക്കി തന്നെ എനിക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞതാണ് ഇതിൽ ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ എന്നോട് പറയുന്നത് ഇരുത്താൻ. ഞാൻ യൂഷ്വലി അവളെ നേരെ കൊണ്ടുപോയിട്ട് ഇരുത്താറാണ്. ഞാൻ വിചാരിച്ചത് അവൾക്ക് ഓക്കെയാണ്, ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അവൾക്ക് ഇരിക്കാൻ പോകാൻ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അവൾ ആ ടൈം ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് മൂടൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പാട്ടുപാടാ അതേത് പാട്ടാ? ഇന്നിവിടെ വർക്കിംഗ് ഡേ ആണ്. അത് കൂടാണ്ട് നല്ല ഉച്ച സമയം ആയതുകൊണ്ട് ഒരാളും ഇല്ല പാർക്കിൽ. ഉച്ച സമയമാണെന്നുള്ളൂ, ഇവിടെ വെയിലൊന്നുമില്ല. പക്ഷെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം ഇത് ഒരാളും പാർക്കിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു, അതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. അതും ഇത് അത്ര ക്രൗഡഡ് ആയിട്ടുള്ളൊരു പാർക്കൊന്നുമല്ല. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പാർക്ക് ഏതാന്ന് നോക്കി നടന്നെത്തിയതാണ്. ഇവക്ക് ഏകദേശം ഇവിടെ കളിച്ചിട്ട് മതിയായിട്ടുണ്ട്. ഇനിയിപ്പം ഇവള് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു മഴ ഉണ്ട്, ചെറുതായിട്ട് മഴ പൊടിയുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ടി വരാം.
അഥവാ മഴ കൂടുവാണെങ്കിൽ പ്രശ്നമായിരിക്കും. ചേച്ചി നമുക്ക് പോവാം, മഴ പെയ്യുന്നുണ്ട്. ഞാൻ നടന്ന് വരുന്ന വഴി വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടു. ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഈ സ്ഥലം. ഈ ഒരു ദിവസം എന്തായാലും ഈ വഴിക്ക് വരണം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. വീട്ടിൻ്റെ അടുത്ത് നിന്ന് വളരെ അടുത്താണ് ഇത്. ഞാൻ ഇതുവരെ ഈ റൂട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത തവണ ഈ റൂട്ട് നടന്നിട്ട് ആ ഒരു പാലത്തിൻ്റെ മേലൊക്കെ ഒന്ന് കയറണം. ഇങ്ങനെയാട്ടോ ഇവിടെ വീടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു തീപ്പെട്ടിക്കൂട് പോലെ ഉണ്ടാവുക. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.